രുദ്രാക്ഷം, പിന്നെ പെർഫ്യൂം, പിന്നെ അത് കൊന്ത, കരിങ്ങാലി മല, ഇതിനെല്ലാം അത്രത്തോളം ആൾക്കാർ ഇത്രത്തോളം മെസ്സേജ് കണ്ടവനെ അയച്ചിട്ട് റിപ്ലൈ തരാത്ത ഒരാളാണ് എന്റെ മുന്നിലുള്ളത്. ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് ആണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കലും ഒരു ബൾക്കായിട്ട് പ്രോഡക്റ്റ് മേടിച്ചു വെച്ച് മാർജിനിൽ കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരു ചിന്താഗതിയോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങളല്ല. എത്ര വർഷമായി ഞാൻ ചേട്ടൻ്റെ കൂടെ കൂടി കുറെ വർഷമായില്ലേ? ഒരു 5 വർഷം. 5 വർഷമായിട്ട് എന്നെ കാണുമ്പോ നീ എന്റെ കഴുത്തിൽ മുദ്രാക്ഷം കിടക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ ചേട്ടൻ ഇപ്പോഴാണ് ഇത് ഒരു സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിന്റെ കരിങ്ങാലി ബാക്കി നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിന്റെ ഒക്കെ ഡിസ്പ്ലേ വിത്ത് സർപ്പഗന്ധി ഉൾപ്പെടെ എല്ലാത്തിന്റെയും ഡിസ്പ്ലേ ഉൾപ്പെടെ നമുക്ക് അവിടെ ഉണ്ട്. അവിടെ വന്ന് ആൾക്കാർ മേടിക്കാറുണ്ട്. അവിടെ വന്ന് നിനക്ക് അടിച്ചു നോക്കി ഇഷ്ടം എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സാധനം പോകുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഫ്രണ്ടൊക്കെ വന്ന് ചോദിച്ചാണ്, എടാ ചോദിക്കാൻ വന്നപ്പോഴത്തേക്ക് സ്റ്റോക്ക് ഔട്ട് ആയെന്ന് റീലിലൂടെ ഒക്കെ പറയുന്നുണ്ട്. അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? അത് നിങ്ങൾ ചുമ്മാ പറയുന്നതാണ്, അത് ശരിക്കും സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട്. പെർഫ്യൂം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. ഇത് കുറേശ്ശെ ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊരു പെർഫ്യൂം മേക്കർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്ന രീതിയുണ്ട്, നമുക്ക് പഠിച്ചെടുത്ത രീതി, അതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ അളവിലോ കാര്യങ്ങളോ ഒന്നും മാറ്റം വരില്ല, കോൺസെൻട്രേഷനിൽ മാറ്റം വരില്ല. അപ്പൊ എപ്പോഴും ഒരേ സ്മെല്ലായിരിക്കും നമുക്ക്. പിന്നെ ആൾക്കാർക്ക് അറിയുന്ന മെയിൻ പ്രോഡക്റ്റ് സർപ്പഗന്ധിയാണ്. ഇപ്പൊ രുദ്രാക്ഷമാണെങ്കിലും നമ്മളിപ്പോ അതിന്റെ ഒപ്പം തന്നെ കരിങ്ങാലിമാലയെ കുറിച്ച് ഓരോരുത്തർ ചോദിക്കുമ്പോൾ അതിനെ കുറിച്ച് പഠിച്ച ശേഷം ഞാൻ എന്ത് സാധനം വെറുതെ എടുക്കാറില്ല. കരിങ്ങാലിമാലയാണെങ്കിൽ ഞാൻ ആദ്യം എടുത്ത സമയത്ത് ഞങ്ങൾക്ക് തന്നെ കുറെ ബുദ്ധിമുട്ടുകളും പറ്റിക്കലും നടന്നിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് കാരണം ഇപ്പൊ ഞാനത് ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ഓഫീസിൽ വരുന്നവരാണെങ്കിൽ കാണിച്ചു തരാൻ പറ്റും. കാരണം നമുക്ക് കിട്ടിയതിൽ തന്നെ അപ്പൊ ഞാനിതെല്ലാം ചെക്ക് ചെയ്തിട്ടേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആണ് ഞങ്ങൾ പോയി എടുക്കുന്നത്. നമ്മൾ തടിയെടുത്ത് കൊടുത്ത് ചെയ്യിപ്പിച്ചെടുക്കുന്ന സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ. അതല്ലാണ്ട് ഒരിക്കലും ഞാനിപ്പം ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ എന്റെ മുന്നിൽ രണ്ടുപേരുണ്ട്, കേരളക്കരയാകെ അറിയുന്ന രണ്ടുപേരാണ്. ഒരാളാണെങ്കിൽ മെസ്സേജ് അയച്ച് റിപ്ലൈ കൊടുക്കില്ല. കേരളത്തിലുള്ള അങ്ങേയറ്റത്തോട്ട് ഇങ്ങേയറ്റത്തോട്ട് എല്ലാവരും മെസ്സേജ് അയക്കുകയാണ്. രുദ്രാക്ഷം, പിന്നെ പെർഫ്യൂം, പിന്നെ അത് കൊന്ത, കരിങ്ങാലി മല, ഇതിനെല്ലാം അത്രത്തോളം ആൾക്കാർ ഇത്രത്തോളം മെസ്സേജ് കണ്ടവനെ അയച്ചിട്ട് റിപ്ലൈ തരാത്ത ഒരാളാണ് എന്റെ മുന്നിലുള്ളത്. അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കിക്കാം. രണ്ടുപേരും ഉണ്ട്, ബാക്കി പറയും. എടാ അത് കൊടുക്കാണ്ടിരിക്കില്ല, ഉറപ്പായിട്ടും കൊടുക്കും നമ്മള്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ നമുക്ക് ഈ എന്താ പറയാ കുറെ അധികം മെസ്സേജസ് നമുക്ക് വന്നു തുടങ്ങി. അങ്ങനെ വന്നുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത്. വെബ്സൈറ്റ് ത്രൂവിൽ എല്ലാവർക്കും ഓർഡർ ചെയ്യാം. അതിപ്പോ നമ്മളെ വിളിച്ചാൽ കിട്ടണം എന്നില്ല. നമ്മുടെ ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ തന്നെ എന്റെ ഐഡി അതിലുണ്ട്. മറ്റേ നമ്മുടെ ഐ ഡി കിടപ്പുണ്ട്, മറ്റേ വെബ്സൈറ്റിന്റെ ലിങ്ക് കിടപ്പുണ്ട്, ബയോയിലേക്ക് കിടപ്പുണ്ട്. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ തന്നെ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കിട്ടും. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ ഉണ്ട്. മൊബൈൽ നമ്പർ ആണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ AI ആണത്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടി അപ്പൊ തന്നെ അത് കിട്ടും. ഒരിക്കലും നമ്മൾ കസ്റ്റമേഴ്സിന് ഒരിക്കലും വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടിരിക്കാന്നുള്ള അത് നമ്മൾ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ AI ആൻസർ കൊടുക്കുന്നത്. പക്ഷെ ഫോണിൽ ഫുൾ ടൈം നമുക്ക് അവൈലബിൾ ആവില്ല. അപ്പൊ നിനക്ക് തന്നെ അറിയാലോ, നമ്മൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളും ഉള്ളത് കൊണ്ട് എടുക്കാതെ. പക്ഷെ പറ്റുന്ന സമയത്ത് ഞാൻ ഫോൺ എടുക്കാറുണ്ട്. അതെ, നമ്മളിപ്പോ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ ഈ 5 to 7 വർക്കിംഗ് ഡേയ്സ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഓൺലൈനിലാണല്ലോ, ഓഫ്കോഴ്സ് ഒരു പേടി ഉണ്ടാവും കിട്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ഇന്ന് വരെ അതെ, ഞാൻ അതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇട്ടേക്കുന്നത്. അപ്പൊ അതും നിങ്ങൾക്ക് എന്താ പറയാ ഉപയോഗിക്കാം. ഒരിക്കലും കസ്റ്റമേഴ്സിനെ നമ്മൾ എടുത്തിട്ട് മനഃപൂർവ്വം ഫോൺ എടുക്കാണ്ടിരിക്കില്ല, ഉറപ്പായിട്ടും എടുക്കില്ല. ടൈം ഉണ്ടെങ്കിൽ 100% ഞാൻ എടുക്കും. ഇതാരാണ് എഡിറ്റ് ചെയ്യണ? ഇതിന്റെ പിന്നിൽ എഡിറ്റിംഗ് ആരാണ്? എഡിറ്റിംഗോ? ഞങ്ങളൊരു എഡിറ്ററെ ഹയർ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ പുറത്ത് കാണിക്കില്ല. എന്നാലും അറിയില്ല, പറയുന്നത് ഇതെങ്ങനെയാണ് ചേട്ടാ, ഈ ഐഡിയ എങ്ങനെയാണ് വന്നത് കറക്റ്റ് ആയിട്ട്? ഏതാടാ ഈ രുദ്രാക്ഷം ജനങ്ങളിലേക്ക് ഇത്ര സക്സസ് ആവാൻ കാര്യം എന്താണ്? എടാ രുദ്രാക്ഷം നിനക്ക് നീ ഇപ്പൊ എത്ര വർഷമായി? ഞാൻ ചേട്ടൻ്റെ കൂടെ കൂടി കുറെ വർഷമായില്ലേ? ഒരു 5 വർഷമായിട്ട് എന്നെ കാണുമ്പോ നീ എന്റെ കഴുത്തിൽ മുദ്രാക്ഷം കിടക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ ചേട്ടൻ ഇപ്പോഴാണ് ഇത് ഒരു സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾക്ക് വേണ്ടി. ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അതായത് നമ്മൾ വരുന്നതിനൊക്കെ മുമ്പേ ഞാൻ രുദ്രാക്ഷത്തിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ ഈ പഠിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് നമ്മൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇതെന്താണ് എങ്ങനെയാണെന്നുള്ള മറ്റുള്ളവരെല്ലാം അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത ടൈമില് രഞ്ജിത്തേട്ടൻ ഒരുപാട് ആൾക്കാർക്ക്, ഇപ്പൊ എനിക്കും നമ്മളും 5 വർഷമായിട്ട്, നമ്മൾ 5 കൊല്ലമായിട്ട് ഞാൻ ഏട്ടനെ കാണുന്നു. ഈ 5 വർഷമായിട്ട് ഏട്ടൻ ഒരാൾക്കും ഇതൊരു ബിസിനസ് ആയിട്ട് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പുള്ളി ആര് ചോദിച്ചാലും കൊടുക്കും, കൊണ്ടുവന്ന് കൊടുക്കുക. എവിടെയെങ്കിലും യാത്രകൾ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, എല്ലാവർക്കും ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ പതുക്കെ എന്തുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൂടാ എന്നൊരു ഇത് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഓക്കെ നമുക്ക് വൈ ഡോണ്ട് വി ട്രൈ സംതിങ് ഇൻ ഇൻസ്റ്റാഗ്രാം. അങ്ങനെ രഞ്ജിത്തേട്ടൻ ആദ്യമായിട്ട് ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ട് നമ്മുടെ കാറി കിടക്കുന്ന രുദ്രാക്ഷമാലയെ പറ്റിയിട്ട്. ആ റീലിന് അത്യാവശ്യം റീച്ച് വന്നു, അതിന്റെ താഴെ കമന്റ് വന്നു, ഞങ്ങൾക്കും കൂടെ തരുമോ, ഞങ്ങൾക്കും വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മളിത് പതുക്കെ ഇൻസ്റ്റയിൽ ഇട്ടത്.
പക്ഷെ അങ്ങനെ നമ്മൾ ഇട്ടിട്ട് നമ്മളിത് വാട്സപ്പിൽ ഹാൻഡിൽ ചെയ്തിരുന്നു. ഒരു ദിവസം അത്രയും മെസ്സേജ് നിങ്ങൾക്ക് അറിയാന്ന് തോന്നുന്നു, നമ്മുടെ വാട്സപ്പ് ക്രാഷ് അതെ ആയിട്ടുണ്ടല്ലോ. അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നം. സർപ്പഗന്ധി പെർഫ്യൂം ലോഞ്ച് ചെയ്ത ഫസ്റ്റ് ടൈം വാട്സപ്പ് ക്രാഷ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്നത്, ഓക്കെ നമുക്കൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ 2 ഓപ്ഷൻ ഉണ്ട്. വൺ ഇസ് UPI ID, അതായത് നിങ്ങൾക്ക് UPI വഴി പേയ്മെന്റ് ചെയ്യാം, പ്രീ ഓർഡർ ചെയ്യാം, അതല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം. ഇത് രണ്ടിലും നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഒരു മെയിൽ വരും. ആ മെയിലിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് 5 to 7 വർക്കിംഗ് ഡേയ്സിനകത്ത് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡെലിവർ ആകും ത്രൂ എന്താ നമ്മുടെ പോസ്റ്റ് ഓഫ് പോസ്റ്റ് ഇന്ത്യ ഓഫീസ് വഴി. വഴി. പോസ്റ്റ് ഓഫീസ് വഴി. ഈ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് ഇവർക്ക് ഇതിന്റെ ട്രാക്കിംഗ് ആയിട്ട് ഡയറക്റ്റ് കസ്റ്റമറിന്റെ നമ്പറിലേക്ക് അയച്ചു തരുന്നത്. കാരണം നമ്മൾ അങ്ങനെ ഒരു വലിയൊരു ബിസിനസ് പ്ലാറ്റ്ഫോം അല്ല, ഇതിനൊക്കെ ആൾക്കാരെ എടുത്ത് ജോലി ചെയ്യിച്ച് നിങ്ങൾക്ക് ട്രാക്കിംഗ് ഒക്കെ അയച്ചു തരാൻ ആമസോണും നയിക്കൊന്നും പോലെ. അപ്പൊ ഇത്രയും സിസ്റ്റമാറ്റിക് ആണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് ഓർഡർ ചെയ്യാം, ധൈര്യമായിട്ട് എത്തും, നോ പ്രോബ്ലം. പക്ഷേ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലല്ലേ? അത് വൈറലായിട്ട് വാട്സപ്പ് ഹാക്ക് ആയി പോയി അല്ലേ? അത് മെസ്സേജ് സർപ്പഗന്ധി ആക്ച്വലി ഞാൻ സർപ്പഗന്ധി പെർഫ്യൂം ഞാൻ പറഞ്ഞില്ല, കുറെ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞപ്പോ നമ്മളൊരു ഒന്ന് കൊടുത്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ആകെ കൂടി എനിക്ക് തോന്നുന്നു ഒരു എത്ര 50 പീസ് ഒറ്റേ ഉള്ളൂ. നമ്മൾ 50 പീസ് വെച്ചിട്ടാണ് 50 ഒരു വീഡിയോ piece ചെയ്യുന്നത്. ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാൻ നാളെ കാലത്ത് ആകുമ്പോഴേക്കും ഒരു 10 10 സെയിൽ ആവും. സെയിലാവുന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾ അന്ന് ആ വീഡിയോ ചെയ്തിട്ടിട്ട് നമ്മൾ ഷൂട്ടിന് പോയി. ഷൂട്ടിന് പോയി അവിടെ എത്തിയപ്പോ മുതൽ അല്ല, ഫോൺ നമ്മൾ ഇതും കൊണ്ട് നമ്മൾ ഇതിന് ഇടാനായിട്ട് നമ്മൾ പാലാരിവട്ടം ഇവിടെ പോയി പോസ്റ്റ് ഓഫീസിൽ പോയി നിൽക്കുകയാണ്. ഏതിന്റെ നമ്മൾ ഇത് വീഡിയോ ചെയ്ത് വീഡിയോ ഇട്ടതിന് ശേഷം നമ്മള് സാധനം കൊടുക്കുക, അന്നത്തെ പോസ്റ്റ് കൊടുക്കാൻ ഞങ്ങൾ വേണ്ടി പോസ്റ്റ് ഓഫീസ് കൊടുക്കാൻ ഞങ്ങൾ എറണാകുളത്ത് പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോയി നിൽക്കുകയാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് മൊബൈലിനകത്ത് നോക്കുമ്പോ ഓ മൈ ഗോഡ്, അത് കേറി കേറി പോയി ഏകദേശം എനിക്ക് തോന്നുന്നു നോക്കുമ്പോ 1 മണിക്കൂർ കൊണ്ട് 1 ലക്ഷം ആൾക്കാർ കണ്ടു. എനിക്ക് തോന്നുന്നു 1 ഡേ കൊണ്ട് തന്നെ ഒരുമാതിരി 9 മണി 10 മണിക്ക് 2 മില്യൺ കൂടുതലായി. 1 മില്യൺ കണ്ടു. അപ്പോഴേക്കും ഒരുപാട് മെസ്സേജ് ആയി, നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഫോൺ ഹാങ് ആയി, നമുക്ക് ഫോണില് വിളിച്ചിട്ട് ആൾക്കാർ വിളിക്കുന്നു, മെസ്സേജ് ഇടുന്നു, പക്ഷെ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, സത്യം ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ ഇത്രയും മെസ്സേജ് വന്ന് ഫോൺ ഹാങ് ആവുന്ന പോലും നമുക്കറിയില്ലായിരുന്നു. ആക്ച്വലി അത്രയൊന്നും വരില്ലല്ലോ. ഒരു എങ്ങനെ വന്നാലും നോക്കുമ്പോ ഒരു 2000 മെസ്സേജിന് മേളിൽ ഓപ്പൺ ചെയ്യാൻ തന്നെ കിടക്കുകയാണ്. അങ്ങനെ വന്നപ്പോ കുറെ പേരോട് നമ്മൾ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. പിന്നെ ആൾക്കാർ വിളിച്ച്, കാരണം ഏതൊരാൾക്കാർക്കാണെങ്കിലും കുറച്ച് ഇപ്പൊ എനിക്ക് വരുമ്പോ ഇത്രയും മെസ്സേജസ് വരുന്നുണ്ട്, പക്ഷെ വിളിക്കുന്ന ആൾ ഒരു കോളല്ലേ വിളിക്കുന്നത്, അവർക്ക് എടുത്തില്ലെങ്കിൽ അവർക്ക് ഇറിറ്റേറ്റഡ് ആവും, ദേഷ്യവും. ആ ഒരു സംഭവം അങ്ങനെയാണ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി കുറെ പ്രശ്നങ്ങൾ നമ്മുടെ സോൾവ് ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡയറക്റ്റ് ഓർഡർ ചെയ്യാം, അവർ ഓർഡർ അനുസരിച്ച് സാധനം വരുന്നുണ്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും പേഴ്സണലി ഡൗട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, ഒന്നിൽ പേഴ്സണൽ നമ്പറിൽ നമ്മൾ ചില സമയം അതിൽ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ നമ്പർ ചിലതിൽ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇനി അതല്ല, നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അത് ഓപ്പോസ് എടുത്ത് എന്തെങ്കിലും ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രുദ്രാക്ഷൻ സ്റ്റുഡിയോ ഉണ്ടല്ലോ, അത് ചെന്ന് മേടിക്കാൻ ഞങ്ങൾക്കൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്, അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. ഇതിന്റെ ലൊക്കേഷൻ ഇത് തുടങ്ങിയ സമയത്ത് ആക്ച്വലി നമുക്ക് എന്റെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബിസിനസ് ആയിട്ടല്ലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇന്റീരിയറിന്റെ ഓഫീസ് നമ്മുടെ എറണാകുളത്ത് നാഷണൽ ഹൈവേ തന്നെയാണ് നമ്മുടെ ഇന്റീരിയറിന്റെ ഓഫീസ് ഉള്ളത്. അതായത് നമ്മുടെ വൈറ്റിലെത്തുന്നതിന് മുമ്പ് ഹോളിഡേ ഹോട്ടൽ ഉണ്ട്. ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് SBI ബൈപ്പാസ് ബ്രാഞ്ച് ആണ്. SBIയുടെ ബൈപ്പാസ് ബ്രാഞ്ച്, അതിന്റെ 3rd ഫ്ലോറിലാണ് എന്റെ ഓഫീസ് ഉള്ളത്. അവിടെ വന്ന് ഇപ്പൊ കുറെ ആൾക്കാർ മേടിക്കുന്നുണ്ട്. അവിടെ നമ്മളിപ്പോ നമ്മുടെ ഇന്റീരിയറിന്റെ ഓഫീസ് തന്നെയാണ്. പക്ഷെ ഞാൻ അവിടെ കുറച്ച് ഭാഗത്ത് നമ്മൾ രുദ്രാക്ഷത്തിന്റെ ഡിസ്പ്ലേ, മറ്റേ രുദ്രാക്ഷത്തിന്റെ കരിങ്ങാലി, ബാക്കി നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിന്റെ ഒക്കെ ഡിസ്പ്ലേ വിത്ത് സർപ്പഗന്ധി ഉൾപ്പെടെ എല്ലാത്തിന്റെയും ഡിസ്പ്ലേ ഉൾപ്പെടെ നമുക്ക് അവിടെ ഉണ്ട്. അവിടെ വന്ന് ആൾക്കാർ മേടിക്കാറുണ്ട്. അവിടെ വന്ന് നിനക്ക് അടിച്ചു നോക്കി ഇഷ്ടപ്പെട്ട് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അങ്ങനെയും ചെയ്യാറുണ്ട്. കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഓൺലൈനിലാണ് കൂടുതലും നമ്മള് പ്രിഫർ ചെയ്തിരുന്നത്. ഇപ്പൊ ആൾക്കാർ തൊട്ടടുത്തുള്ളവരൊക്കെ, ഇപ്പൊ നമ്മുടെ എറണാകുളത്തുള്ളവരൊക്കെ അവർ പറയും ഞങ്ങൾ അടുത്തുള്ളതല്ലേ, നമുക്ക് പെട്ടെന്ന് മേടിച്ചിട്ട് പോവാന്ന് പറയുമ്പോൾ നമ്മള് അവിടെ വന്ന് മേടിക്കാനുള്ള സെറ്റപ്പ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഒരു ഓഫീസിൽ ഒരു പയ്യനുണ്ട്. അപ്പൊ നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു 9:30 മുതൽ വൈകിട്ട് 5:30 വരെ അവിടെ എന്തായാലും ആളുണ്ടാവും. വന്നതും അല്ലാതെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കമ്പനിയിൽ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സാധനം പോകുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പൊ എന്റെ ഫ്രണ്ടൊക്കെ വന്ന് ചോദിച്ചാണ്, എടാ ചോദിക്കാൻ വന്നപ്പോഴത്തേക്ക് സ്റ്റോക്ക് ഔട്ട് ആയെന്ന് റീലിലൂടെ ഒക്കെ പറയുന്നുണ്ട്. അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? അയ്യോ, അത് നിങ്ങൾ ചുമ്മാ പറയുന്നതാണ്, അത് ശരിക്കും സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ടോ? അതായത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഞങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഭയങ്കര ഒരു ഹ്യൂജ് സ്കെയിലിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ് ഒന്നും ആയിരുന്നില്ല. അപ്പൊ ഇതിൽ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ, ആദ്യം ഞങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു 1000-2000 ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്കിത് പതുക്കെയാണ് സെയിൽ ആയിരുന്നത്. ഇപ്പൊ കുറച്ച് ഈശ്വരനെ അനുഗ്രഹിച്ച് കുറച്ചൊരു ഡിമാൻഡ് ഒക്കെ അയക്കും. ഇപ്പൊ ഈ ദുബായിൽ പോകുന്ന ആൾക്കാർ ആരെങ്കിലും വരുമ്പോൾ മേടിച്ചിട്ട് അപ്പൊ അവരൊരു 7 ബോട്ടിൽ 8 ബോട്ടിൽ. പിന്നെ നാളെ ഏട്ടനെ ഒരു മെഡിറ്റേഷൻ കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവർ ഏകദേശം 20 ബോട്ടിൽ 15 to 20 ബോട്ടിൽ ഒരുമിച്ച് ഓർഡർ ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള ബൾക്ക് ഓർഡേഴ്സ് വരുമ്പോൾ വെബ്സൈറ്റിലാണെങ്കിൽ 10 ബോട്ടിലൊക്കെ ഒറ്റ ഒരാൾ ഓർഡർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോവുകയാണ്. നമുക്കത് ഈസി ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നമ്മളിത് മേക്ക് ചെയ്യുന്ന തന്നെ കുറെ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. നമുക്ക് അതിനൊരു ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇതിലെ കോൺസെൻട്രേഷൻ ഒന്നും മാറില്ല. ഇപ്പൊ ചിലർ പറയും അതിന്റെ സ്മെല്ല് കുറഞ്ഞു എന്ന് പറയും. കാരണം നമ്മൾ ചേട്ടാ രുദ്രാക്ഷ സ്റ്റുഡിയോയിലാണ് തുടങ്ങിയത്. എന്ന് വെച്ചാൽ രുദ്രാക്ഷ മാത്രം ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പോഴ് കൊന്തയായി അല്ലേ, പിന്നീട് പെർഫ്യൂമായി, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. എന്തൊക്കെയാണ് സത്യത്തിൽ അവിടെ ഉള്ളത്? എന്തൊക്കെയാണ് അതിന്റെ ഒരു പറയാം ലിസ്റ്റ്? നമ്മുടെ മെയിൻ ആയിട്ട് രുദ്രാക്ഷം തന്നെയാണ് നമ്മുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നില്ല. കാരണം രുദ്രാക്ഷം എനിക്ക് ബിസിനസ് ആകാൻ താല്പര്യമുള്ള ഒരാളാണ്. നമ്മളുടെ ഒരു പ്രോഡക്റ്റ് രുദ്രാക്ഷമാണ്. ആൾക്കാർക്ക് അറിയുന്ന മെയിൻ പ്രോഡക്റ്റ് സർപ്പസന്ധിയാണ്. ഇപ്പൊ രുദ്രാക്ഷമാണെങ്കിലും നമ്മളിപ്പോ അതിന്റെ ഒപ്പം തന്നെ കരിങ്കാലിമാലയെ കുറിച്ച് ഓരോരുത്തർ ചോദിക്കുമ്പോൾ അതിനെ കുറിച്ച് പഠിച്ച ശേഷം ഞാൻ എന്ത് സാധനം വെറുതെ എടുക്കാറില്ല. കരിങ്കാലിമാലയാണെങ്കിൽ ഞാൻ ആദ്യം എടുത്ത സമയത്ത് ഞങ്ങൾക്ക് തന്നെ കുറെ ബുദ്ധിമുട്ടുകളും പറ്റിക്കലും നടന്നിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് കാരണം ഇപ്പൊ ഞാനത് ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ഓഫീസിൽ വരുന്നവരാണെങ്കിൽ കാണിച്ചു തരാൻ പറ്റും. കാരണം നമുക്ക് കിട്ടിയതിൽ തന്നെ അപ്പൊ ഞാനിതെല്ലാം ചെക്ക് ചെയ്തിട്ടേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആണ് ഞങ്ങൾ പോയി എടുക്കുന്നത്. നമ്മൾ തടിയെടുത്ത് കൊടുത്ത് ചെയ്യിപ്പിച്ചെടുക്കുന്ന സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ. അതല്ലാണ്ട് ഒരിക്കലും നമ്മള് വരുത്തിക്കുന്ന സംഭവമല്ല നമ്മള്. അതൊന്ന്. പിന്നെ രുദ്രാക്ഷത്തിന്റെ എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ കയ്യിലുണ്ട്. കരിങ്ങാലിമാലയുടെ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. ഇപ്പൊ കൊന്തമാല എന്ന് പറഞ്ഞത് എന്റെ ഒരു പരിചയമുള്ള ഫാദർ തന്നെയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. നീ ഇങ്ങനെ മാല കൊടുക്കുന്നുണ്ടല്ലോ, എനിക്ക് കുറച്ച് കൊന്ത കെട്ടി തരുമെന്ന് ചോദിച്ചിട്ട് ഒരു ഫാദർ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കൊന്ത കെട്ടിയത്. അതും ഈ പറയുന്ന പോലെ തന്നെ കൊന്ത കെട്ടാൻ അറിയുന്ന ആൾക്കാരെ കൊണ്ട് കെട്ടിച്ചെടുക്കുന്നതാണ്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ നമ്മളെ കൊന്ത ജസ്റ്റ് ആദ്യത്തെ ഒരു, അതായത് അവര് ചോദിച്ചത് വളരെ 10-12 എണ്ണമായിരുന്നു. പക്ഷെ അങ്ങനെ നമുക്ക് കെട്ടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതൊരു 100 കൊന്തയായിട്ട് ജസ്റ്റ് കെട്ടിയെടുത്തു. പക്ഷെ അന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിന് ഇത്ര ഡിമാൻഡ് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇപ്പൊ നമ്മള് കെട്ടിവെക്കുന്ന എല്ലാം പെട്ടെന്ന് പോകുന്നുണ്ട്. ഇതാണെങ്കിൽ അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആണ്. ഇപ്പൊ കൊന്ത എനിക്ക് 8 അതെ, രണ്ടും സ്റ്റോക്ക് ഔട്ട് ആണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ലേഡീസ് ഇടാവുന്ന കൊന്തയുടെ ബ്രേസ്ലെറ്റ് പറഞ്ഞു. കൊന്തയുടെ അല്ല, കുരിശ് തൂങ്ങിടക്കുന്ന അതുപോലത്തെ ഒരു ബ്രേസ്ലെറ്റ്. അപ്പൊ അത് വെച്ചിട്ട് അത് ചെയ്തു. അതും അത്യാവശ്യം മൂവ്മെന്റ്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പൊ അതൊക്കെ അത്രയും സാധനങ്ങൾ ഇപ്പൊ എന്റെ സ്റ്റോക്ക് ഔട്ട് ആണ്. ആക്ച്വലി അതിപ്പോ നമ്മൾ ചെയ്യാൻ കൊടുക്കുന്നേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഇതൊക്കെ ഓരോരുത്തരെ ചോദിക്കുമ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ രക്തചന്ദനമാല, സ്ഫടികമാല, ചന്ദനമാല, പിന്നെ ഈ പറഞ്ഞ പോലെ മഞ്ഞൾ മാല, മഞ്ഞളിന്റെ ഒരു മാല, പിന്നെ വേറെ ഏതാ, പിന്നെ രുദ്രാക്ഷത്തിന്റെ പ്രൊഡക്റ്റ് എല്ലാം വില്ലുപത്രം കെട്ടി ചെയ്യുന്നതെല്ലാം ഞാൻ തന്നെ ചെയ്തെടുക്കുന്ന സംഭവങ്ങളാണ്. അതൊന്നും പുറത്താരും ചെയ്യുന്നില്ല. ഇപ്പൊ ബാക്കിയുള്ള ടൈപ്പ് 7 ചക്ര ബ്രേസ്ലെറ്റ് ആണെങ്കിലും മാലകളാണെങ്കിലും എന്താണെങ്കിലും അതെല്ലാം നമ്മൾ തന്നെ കെട്ടിയെടുക്കുന്ന, ഒരാളെ പോലും ഞാൻ വെച്ചിട്ടില്ല. നമ്മൾ കിട്ടുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇരുന്ന് കെട്ടിയെടുക്കുന്ന ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു ലിമിറ്റഡ് സ്റ്റോക്കും ആയിരിക്കും. പക്ഷെ സ്റ്റോക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വെബ്സൈറ്റിൽ കാണിക്കുകയും ചെയ്യും. ഫൈനലി നമ്മളിതൊരു എന്താ പറയാ, നമ്മള് വളരെയധികം ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് ആണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കലും ഒരു ബൾക്കായിട്ട് പ്രോഡക്റ്റ് മേടിച്ചു വെച്ച് മാർജിനിൽ കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരു ചിന്താഗതിയോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങളല്ല. പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ പറ്റുന്ന ആൾക്കാരോട് എല്ലാം നമ്മൾ റീലായിട്ട് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ പേഴ്സണലി കൊടുക്കാറുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള സംഭവങ്ങൾ പക്ക വിശ്വാസമാണ് മെയിൻ ആയിട്ട്. അപ്പൊ അതില് ഒരിക്കലും അത് നിങ്ങൾ ഒരു ആഭരണമായിട്ട് കാണാണ്ടിരിക്കുക. ഇപ്പൊ എല്ലാരും മേടിച്ചിട്ടും ഇടുന്ന സമയത്ത് എല്ലാം നോക്കും, പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ എപ്പോഴും ഇടുമ്പോൾ രാവിലെ നമ്മൾ അതിനൊരു ബഹുമാനം കൊടുക്കേണ്ടത് ബഹുമാനം തന്നെ കൊടുക്കുക. കാരണം രാവിലെ കുളിച്ചിട്ട് നമ്മൾ അത് എടുത്തു കഴിയുമ്പോൾ നമ്മൾ നമഃശിവായ മന്ത്രോ മുരുക മന്ത്രോ നിങ്ങൾക്ക് ഇഷ്ടം അറിയാവുന്ന ഒരു മന്ത്രം ചൊല്ലുക. മെയിൻ ആയിട്ട് പറയുമെങ്കിൽ നമഃശിവായ ചൊല്ലാനേ ഞാൻ പറയുള്ളൂ. പിന്നെ മാസത്തിലൊരിക്കൽ രുദ്രാക്ഷമാണെങ്കിൽ ഒന്ന് പാലിലിട്ടിട്ട് ഒന്ന് എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് വീണ്ടും വിളക്ക് കത്തിച്ചെടുത്ത് വെച്ച് ഭസ്മം തൂവി വീണ്ടും നമഃശിവായ മന്ത്രം ചൊല്ലി ഇടാം. ഇനി കരിങ്ങാലി ആണെങ്കിൽ ഈ പറയുന്ന പോലെ നെയ്യ് 2-3 തുള്ളി എടുത്ത്
കയ്യിൽ വെച്ചിട്ടൊന്ന് വരസി, അതൊക്കെ ഒരു എനർജൈസിങ് എന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ അത് കുറച്ചും കൂടി ബെറ്റർ ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് വരുന്ന നെഗറ്റിവിറ്റി ഒക്കെ വലിച്ചെടുക്കുന്നതാണ് ഇത് പൊതുവെ പറയുന്നത്. അപ്പൊ അങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് അത് വിട്ടുകൊണ്ട് നമ്മൾ വീണ്ടും നടക്കുന്നത്. അതിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന രുദ്രാക്ഷ മറ്റേ കരിങ്ങാലിയിലൊക്കെ നെയ്യ് പിന്നെ എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ലൈഫിൽ മാറ്റങ്ങൾ വരുമെന്ന്. അപ്പോ മാറ്റങ്ങൾ വരുമെന്നതിനെ പറ്റി എല്ലാവരും പറയാറുള്ളത്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരു ജ്യോത്സ്യന്മാരുടെ അടുത്ത് നിന്ന് ചോദിക്കില്ല നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും. ഞാൻ അങ്ങനെ ഒരിക്കലും ഒരാളോടും പറയാറില്ല. കാരണം നമ്മുടെ വിശ്വാസമാണ് ഇത് ഭഗവാന്റെ ഒരു കവചമായിട്ട് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുന്ന കുറെ സാധനങ്ങളാണ്. രുദ്രാക്ഷം എന്ന് പറയുന്നത് ഒരു കായാണ്, മറ്റേതെന്ന് പറഞ്ഞ വൃക്ഷമാണ്. അപ്പോ ഇതെന്നൊക്കെ പറഞ്ഞ സ്പിരിച്വൽ ഒരു പവറും ഇല്ലാണ്ട് ഇത്രയൊന്നും ഇത് പോപ്പുലർ ആവില്ലല്ലോ. നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ ഇട്ടാൽ നമുക്കൊരു വിശ്വാസം വേണം, ഭഗവാന്റെ ഒരു കവചം നമ്മുടെ ഉണ്ട്. അപ്പൊ ഇത് ഇട്ടുകൊണ്ട് എനിക്ക് എവിടെയും പോവാം, എനിക്ക് എന്തും കിട്ടും, എന്തും നേടാം. ഇത് നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത എപ്പോഴും വേണം. പിന്നെ രാവിലെ എപ്പോഴും ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു മെഡിറ്റേഷൻ, ഇതൊക്കെ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ തന്നെ ഒരു ചിട്ടയുണ്ടാവും. ഇതിനും കൂടി വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഇതൊരിക്കലും നിങ്ങൾ ഒരു ആഭരണം പോലെ മേടിച്ചിട്ടോണ്ട് നടക്കരുത്. അങ്ങനെ നടന്നാൽ ഒരു സാധാരണ ആഭരണമായിട്ട് തന്നെ അതിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതാണ് അതിന്റെ മെയിൻ കാര്യം. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു. അതായത് ഇവിടെ പെർഫ്യൂം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. ഇത് കുറേശ്ശെ ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊരു പെർഫ്യൂം മേക്കർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്ന രീതിയുണ്ട്, നമുക്ക് പഠിച്ചെടുത്ത രീതി, അതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ അളവിലോ കാര്യങ്ങളോ ഒന്നും മാറ്റാൻ പറ്റില്ല, കോൺസെൻട്രേഷനിൽ മാറ്റാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഒരേ സ്മെല്ലായിരിക്കും നമുക്ക്. പിന്നെ കൂടുതൽ ബ്രാൻഡും ഇല്ല നമുക്ക്. പെർഫ്യൂം എന്ന് പറയുന്ന ഒരു ഒറ്റ ഫ്രാഗ്രൻസ് മാത്രമേ ഉള്ളൂ സർപ്പഗന്ധി. അതാണ് നമുക്ക് ഇത്രയും പോപ്പുലർ ആവാൻ കാര്യം. സർപ്പഗന്ധിയിൽ വ്യാജൻ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടമാതിരി ഇറങ്ങണ്ട. അപ്പൊ പറ്റുന്നുണ്ട്. നമ്മൾ ഈ സാധനം ഞങ്ങളുടെ വെബ്സൈറ്റിൽ സ്റ്റോക്ക് ഔട്ട് ആയി കഴിയുമ്പോൾ അപ്പൊ തന്നെ ഞങ്ങളുടെ താഴെയുള്ള വീഡിയോയിൽ ആൾക്കാർ വന്നിട്ട് വേറെ ആൾക്കാർ വന്ന് കമ്പനി അടിക്കാണ്. സർപ്പഗന്ധിക്ക് കോൺടാക്ട് ഉണ്ട്. അവരെന്ത് പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് പറയാൻ സർപ്പഗന്ധി എക്സ്ക്ലൂസീവ്ലി 2 സ്ഥലത്ത് കിട്ടുള്ളൂ. ഒന്നത്തോട് ഞങ്ങളുടെ വെബ്സൈറ്റ്, ഒന്നത്തോട് ഞങ്ങൾ കാരണം ഇത് ലോഗോയുണ്ടല്ലോ നിങ്ങളുടെ തന്നെ സർപ്പഗന്ധിയുടെ, അതാണ് ഒറിജിനൽ. അതെ, നമ്മൾ ഇതിന്റെ പേര് നമുക്ക് വേണമെങ്കിൽ രീതിയിലേക്ക് മൂവ് ചെയ്യാം. പക്ഷെ ഭീഷണ ഇപ്പോഴുള്ള സമയം അതിന്റെ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവർ അതിലേ വരും. കാരണം വേറെ ഉപയോഗിച്ചാൽ അവർ തിരിച്ച് ഇതിലേക്ക് തന്നെ വരും. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഫ്രാഗ്രൻസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണതുകൊണ്ട് നമുക്കറിയാം അത് പുറത്തേക്ക് എന്തായാലും ചിലപ്പോ അത്യാവശ്യം വലിയ പെർഫ്യൂം മേക്കേഴ്സും ചിലപ്പോൾ അത് കണ്ടക്ട് ചെയ്യാൻ പറ്റൂല, എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കേസിൽ നമുക്കത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ളൂ. കാരണം എപ്പോഴും നല്ല പ്രൊഡക്റ്റിനല്ല ഡ്യൂപ്ലിക്കേറ്റ് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അതിൽ സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങളുടെ സ്റ്റോക്ക് ഔട്ട് ആകുമ്പോഴാണ് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് ഇറങ്ങുന്നത്. അതെ, അതിൽ തന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ നമ്മുടെ ഇതിൽ കണ്ടാൽ നിനക്ക് കാണാൻ പറ്റും. ഇപ്പൊ നോക്കിയാ കാരണം ഇഷ്ടം വേറെ ആൾക്കാരുടെ ലിങ്ക് വെച്ചിട്ട് വെബ്സൈറ്റ് സർപ്പഗന്ധി എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് നേരെ അവരിലേക്ക് പോകും. എനിക്ക് തന്നെ 2-3 നേരം അയച്ചു തന്നു, ചേട്ടാ ഏറ്റവും കോമഡി എന്താണെന്നല്ലോ, നമ്മൾ ഈ പെർഫ്യൂമിന്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല, ചേട്ടൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെർഫ്യൂമാണ്. അപ്പൊ നമ്മൾ ഈ രുദ്രാക്ഷം കരിങ്ങാലിയൊക്കെ അവർ കൊടുക്കുമ്പോൾ അതിനകത്ത് അടച്ച് ചെയ്തിരുന്നതാണ്. അപ്പൊ ഈ ആദ്യത്തെ ബാച്ച് പാക്ക് ചെയ്യുന്ന സമയത്ത് അതിന് എന്ത് പേരൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ആ സമയത്ത് പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന് എന്താ പേരെന്ന് പുള്ളിക്കാരൻ സ്വയം പെട്ടെന്ന് ആ മൊമെന്റിൽ ഇട്ടൊരു പേരാണ് സർപ്പഗന്ധി. അങ്ങനെ ഇട്ടൊരു പേര്. പക്ഷെ അത് സത്യമായി ഭയങ്കര സന്തോഷം. ഇത്രയും ആൾക്കാരിലേക്ക് എത്തി ആ പേര്, അത് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കേരളക്കരയാകെ അറിഞ്ഞു, പുറത്തും പോയി. ഇത് പുറത്ത് ചേട്ടാ അയക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന UK, കാനഡ എല്ലായിടത്തൊന്നും വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഇംഗ്ലണ്ട് അവിടെ നിന്നൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇവിടേക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല. പെർഫ്യൂം പ്രത്യേകിച്ചും. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അയക്കാം, പെർഫ്യൂം അയക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ ലഗേജിൽ എത്ര സാധനം വേണമെങ്കിലും പൊക്കോളും, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇവിടുന്ന് അയച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ അങ്ങനെ അവിടെ എത്തിക്കാനുള്ള പരിപാടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ പുറം രാജ്യത്തുള്ളവര് കാത്തിരിക്കുക, സർപ്പഗന്ധി അവിടെ എത്തും. എത്തും. ഓക്കെ, താങ്ക് യു, ബൈ.